നമസ്കാരം. ലോകമാദരിക്കുന്ന, ചരിത്രത്തിലിടം പിടിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ഏറ്റവും സ്വാധീനമുള്ള സ്ത്രീകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവർക്ക് മറ്റാർക്കുമില്ലാത്ത എന്ത് പ്രത്യേകതയാണുള്ളത്? എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണുള്ളത്. എല്ലാവർക്കും പരിമിതികളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ചില സ്ത്രീകൾ മാത്രം കൊടുമുടികൾ കീഴടക്കുന്നതും മറ്റുള്ളവർ സാധാരണക്കാരായി തുടരുന്നതും? ബുദ്ധികൊണ്ട് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത ആചാര്യ ചാണക്യൻ മുതൽ ആധുനിക ലോകത്തെ കരുത്തുറ്റ വനിതകൾ വരെ രഹസ്യമായി സൂക്ഷിക്കുന്ന ആ 12 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ രഹസ്യങ്ങൾ ലോകം നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് പറഞ്ഞുതരില്ല. എന്നാൽ ഇന്ന് ചാണക്യവിഷനിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റാൻ പോകുന്ന ആ മഹാസത്യങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തുന്നു. വീഡിയോയുടെ ഓരോ ഭാഗവും ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം ഇതിലെ ഓരോ വാക്കും നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റാൻ കെൽപ്പുള്ളതാണ്. നമുക്ക് തുടങ്ങാം. ഒന്നാമതായി, സംസാരത്തിലെ മിതത്വം, ദ പവർ ഓഫ് സ്ട്രാറ്റജിക് സൈലൻസ്. വിജയിക്കുന്ന സ്ത്രീകൾ എവിടെ സംസാരിക്കണം, എവിടെ മിണ്ടാതിരിക്കണം എന്ന് കൃത്യമായി അറിയുന്നവരാണ്. അവർ അനാവശ്യമായ തർക്കങ്ങളിലേർപ്പെട്ട് സ്വന്തം ഊർജം കളയാറില്ല. വാക്കുകൾ വളരെ വിലപ്പെട്ടതാണെന്നും അത് കൃത്യമായ സ്ഥലത്ത് പ്രയോഗിക്കുമ്പോഴാണ് അതിന് മൂല്യമുണ്ടാകുന്നതെന്നും അവർക്കറിയാം. അധികം സംസാരിക്കുന്നവരേക്കാൾ കേൾക്കാൻ തയ്യാറാകുന്നവർക്കാണ് ലോകത്തെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. തങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചോ പദ്ധതികളെക്കുറിച്ചോ അവർ എല്ലാവരോടും വിളിച്ചു പറയാറില്ല. പകരം അവരുടെ പ്രവൃത്തികൾ സംസാരിക്കട്ടെ എന്നവർ വിശ്വസിക്കുന്നു. ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. വാക്ശൗചം മനഃശൗചം ഇന്ദ്രിയ നിഗ്രഹശ്ചയേവച. അതായത് വാക്കുകളിലെ ശുദ്ധിയും മനസ്സിന്റെ ശുദ്ധിയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവും ഒരാളെ ഉന്നതനാക്കുന്നു. വാക്കുകൾ ആയുധങ്ങളാണ്. അവ അളന്നു തൂക്കി മാത്രം ഉപയോഗിക്കുക. രണ്ടാമതായി, നിരന്തരമായ വിജ്ഞാന സമ്പാദനം, അൻ അൺസ്റ്റോപ്പബിൾ ക്വസ്റ്റ് ഫോർ നോളജ്. വിദ്യാഭ്യാസമെന്നത് ഒരു ഡിഗ്രിയിലോ സ്കൂളിലോ അവസാനിക്കുന്ന ഒന്നല്ല എന്ന് വിജയിക്കുന്ന സ്ത്രീകൾ വിശ്വസിക്കുന്നു. അവർ എപ്പോഴും ഒരു വിദ്യാർത്ഥിയെപ്പോലെ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെയോ സെമിനാറുകളിൽ പങ്കെടുക്കുന്നതിലൂടെയോ പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നതിലൂടെയോ അവർ തങ്ങളുടെ അറിവിനെ രാഗിമിനുക്കുന്നു. അറിവാണ് ഏറ്റവും വലിയ ശക്തിയെന്നും അതാർക്കും മോഷ്ടിക്കാൻ കഴിയില്ലെന്നും അവർക്കറിയാം. മാറുന്ന ലോകത്തിനൊപ്പം സഞ്ചരിക്കാൻ അറിവ് പുതുക്കിക്കൊണ്ടിരിക്കുക എന്നത് അവരുടെ പ്രധാന രഹസ്യമാണ്. വിദ്വത്വം ച നൃപത്വം ച നൈവ തുല്യം കദാചന. സ്വദേശേ പൂജ്യത്തെ രാജാ വിദ്വാൻ സർവത്ര പൂജ്യത്തെ. അറിവുള്ളതിനും രാജാവും ഒരിക്കലും തുല്യരല്ല. രാജാവ് സ്വന്തം രാജ്യത്ത് മാത്രം ബഹുമാനിക്കപ്പെടുമ്പോൾ അറിവുള്ളവർ ലോകമെങ്ങും ആദരിക്കപ്പെടുന്നു. സ്ത്രീയുടെ ഏറ്റവും വലിയ ആഭരണം അവൾ ആർജിച്ച അറിവാണ്. 3. സമയത്തിന്റെ മൂല്യം, മാസ്റ്ററി ഓവർ ടൈം. വിജയിക്കുന്ന സ്ത്രീകൾക്ക് സമയം പണം പോലെയാണ്, അല്ലെങ്കിൽ പണത്തേക്കാൾ വിലപ്പെട്ടതാണ്. അവർ തങ്ങളുടെ ഒരു ദിവസം എങ്ങനെ ചിലവഴിക്കണം എന്ന് കൃത്യമായി പ്ലാൻ ചെയ്യുന്നു. അനാവശ്യമായ ഗോസിപ്പുകൾക്കോ വെറുതെ സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്നതിനോ അവർ തയ്യാറാവില്ല. ഓരോ നിമിഷവും ഉൽപ്പാദകപ്രദമായി മാറ്റാൻ അവർ ശ്രമിക്കുന്നു. മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾക്കു വേണ്ടി സ്വന്തം സമയം ബലി കൊടുക്കാതെ നോ എന്ന് പറയേണ്ടിടത്ത് കൃത്യമായി പറയാൻ അവർക്കറിയാം. സമയത്തെ നിയന്ത്രിക്കുന്നവർക്ക് മാത്രമേ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയൂ എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ആയുഷഃ ക്ഷണയേഗോപി ന ലഭ്യം സ്വർണകോടിഭിഃ ചേന്നിരർത്ഥകം നീതഃ കാനു ഹാനിസ്തതോ അധിക. കോടിക്കണക്കിന് സ്വർണ്ണനാണയങ്ങൾ നൽകിയാലും കഴിഞ്ഞുപോയ ഒരു നിമിഷം പോലും തിരിച്ചു കിട്ടില്ല. അമൂല്യമായ ആ സമയം വെറുതെ കളയുന്നതിനേക്കാൾ വലിയ നഷ്ടം വേറെയില്ല. 4. അചഞ്ചലമായ ആത്മവിശ്വാസം, അൺഷേക്കബിൾ സെൽഫ് കോൺഫിഡൻസ്. മറ്റുള്ളവർ എന്തു വിചാരിക്കും, അല്ലെങ്കിൽ സമൂഹം എന്തു പറയും എന്ന ഭയം ഇവർക്കില്ല. സ്വന്തം കഴിവിലിവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പരാജയപ്പെടുമെന്ന് ലോകം വിളിച്ചു പറയുമ്പോഴും തനിക്ക് ചെയ്യാൻ കഴിയും എന്നവർ ഉള്ളിന്റെ ഉള്ളിൽ ഉറപ്പിക്കുന്നു. ഈ ആത്മവിശ്വാസം വരുന്നത് പൊങ്ങച്ചത്തിൽ നിന്നല്ല, മറിച്ച് സ്വയം തിരിച്ചറിയുന്നതിൽ നിന്നാണ്. തന്റെ കുറവുകളെയും കരുത്തിനെയും അവർക്ക് കൃത്യമായി അറിയാം. മറ്റൊരാളുടെ അനുവാദത്തിന് കാത്തുനിൽക്കാതെ സ്വന്തം വഴി വെട്ടിത്തെളിയിക്കാൻ ഈ ആത്മവിശ്വാസം അവരെ സഹായിക്കുന്നു. ആത്മസംഭാവിത പൂജ്യഃ സർവലോകേഷു സർവദാ. സ്വയം ബഹുമാനിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവനും ലോകത്താൽ എപ്പോഴും പൂജിക്കപ്പെടുന്നു. നിങ്ങളെ ലോകം വിശ്വസിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കണം.
5. സാമ്പത്തിക സ്വാതന്ത്ര്യം, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇന്റലിജൻസ്. പണം എങ്ങനെ സമ്പാദിക്കണമെന്നും അതെങ്ങനെ നിക്ഷേപിക്കണമെന്നും വിജയിക്കുന്ന സ്ത്രീകൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. സാമ്പത്തികമായി മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്നത് സ്വന്തം സ്വാതന്ത്ര്യത്തെ പണയം വെക്കുന്നതിന് തുല്യമാണെന്ന് അവർക്കറിയാം. അവർ പണം വെറുതെ ചിലവാക്കില്ല, മറിച്ച് അത് വളർത്താനുള്ള വഴികൾ കണ്ടെത്തുന്നു. സമ്പത്തൊരു കരുത്താണെന്നും അത് പ്രതിസന്ധികളിൽ തങ്ങളെ സംരക്ഷിക്കുമെന്നും അവർക്കറിയാം. ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയിൽ സ്ത്രീയുടെ പങ്ക് എത്രത്തോളം വലുതാണെന്ന് തിരിച്ചറിഞ്ഞവർ പ്രവർത്തിക്കുന്നു. ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു: അർത്ഥമൂലോ ഹി ധർമ്മശ്ച കാമശ്ചാർത്ഥമുഖവഃ. അതായത് എല്ലാ ധർമ്മങ്ങളുടെയും കർത്തവ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും അടിസ്ഥാനം സമ്പത്താണ്. സാമ്പത്തികമായി സ്വതന്ത്രയായൊരു സ്ത്രീക്കു മാത്രമേ നിർഭയം സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കൂ. 6. വൈകാരികമായ പക്വത, ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റെബിലിറ്റി. വികാരങ്ങൾ കടിമപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്നതൊരു വലിയ കലയാണ്. വിജയിക്കുന്ന സ്ത്രീകൾ ഈ കലയിൽ മിടുക്കരായിരിക്കും. വലിയ പ്രതിസന്ധികൾ വരുമ്പോഴോ ആരെങ്കിലും വിമർശിക്കുമ്പോഴോ അവർ പെട്ടെന്ന് തളർന്നു പോകുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്യില്ല. പകരം സാഹചര്യത്തെ ബുദ്ധിപൂർവം വിശകലനം ചെയ്യും. ദേഷ്യം, സങ്കടം തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ട്. സ്വന്തം വികാരങ്ങളെ മാത്രമല്ല, മറ്റുള്ളവരുടെ വികാരങ്ങളെയും മനസ്സിലാക്കി പെരുമാറാൻ കഴിയുന്നത് അവരെ മികച്ച ലീഡർമാരാക്കുന്നു. ക്രോധോ വൈവസ്വതോ രാജ, തൃഷ്ണ വൈതരണീ നദി. കോപം യമരാജനെപ്പോലെ വിനാശകാരിയാണ്. അമിതമായ മോഹം വൈതരണീ നദി പോലെ ദുഃഖകരവുമാണ്. വികാരങ്ങളെ നിയന്ത്രിക്കുന്ന സ്ത്രീ ഏത് യുദ്ധവും ജയിക്കുന്നു. 7. ആരോഗ്യമാണ് പരമപ്രധാനം. ശരീരം ആരോഗ്യത്തോടെ ഇരുന്നാലേ മനസ്സിന് ഊർജ്ജസ്വലമായി ജോലി ചെയ്യാൻ കഴിയൂവെന്ന് ഇവർക്ക് നല്ല നിശ്ചയമുണ്ട്. സ്വന്തം ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് വിജയം നേടുന്നതിൽ അർത്ഥമില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ടുതന്നെ വ്യായാമവും പോഷകഗുണമുള്ള ഭക്ഷണവും അവരുടെ ദിനചര്യയുടെ അവിഭാജ്യ ഘടകമാണ്. തിരക്കുകൾക്കിടയിലും തനിക്കു വേണ്ടി അല്പം സമയം മാറ്റിവെക്കാൻ അവർ മറക്കില്ല. ശാരീരികമായ കരുത്ത് മാനസികമായ കരുത്തിന് വഴിയൊരുക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് വിജയിക്കുന്ന സ്ത്രീകൾ. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ഏതൊരു കർത്തവ്യവും നിറവേറ്റാൻ ആദ്യം വേണ്ടത് ആരോഗ്യപൂർണമായ ശരീരമാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യവാനായ ഒരു മനസ്സ് ഉണ്ടാവുകയുള്ളൂ. 8. റിസ്ക് എടുക്കാനുള്ള ധൈര്യം, ഫിയർലെസ് ഡിസിഷൻ മേക്കിംഗ്. പരാജയപ്പെടുമെന്ന ഭയത്താൽ സുരക്ഷിത താവളങ്ങളിൽ ഒതുങ്ങിക്കൂടാൻ അവർ തയ്യാറല്ല. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വേണമെങ്കിൽ വലിയ റിസ്ക് എടുക്കണമെന്ന് അവർക്കറിയാം. അവർ കണ്ണടച്ച് ചാടുകയല്ല ചെയ്യുന്നത്, മറിച്ച് എല്ലാ വശങ്ങളും പഠിച്ച ശേഷം കൃത്യമായ പ്ലാനിങ്ങോടെ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നു. തെറ്റുകൾ സംഭവിക്കാം, പക്ഷേ ആ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് വീണ്ടും മുന്നോട്ടു പോകാൻ അവർക്ക് മടിയില്ല. ഈ ധീരതയാണ് അവരെ ജനക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഃ. കഠിനാധ്വാനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മാത്രമേ കാര്യങ്ങൾ സാധ്യമാകൂ. വെറുതെ ആഗ്രഹിച്ചതുകൊണ്ടു മാത്രം ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നവർക്കേ വിജയത്തിന്റെ രുചി അറിയാൻ കഴിയൂ. 9. ഗുണമേന്മയുള്ള കൂട്ടുകെട്ട്, പവർ ഓഫ് എ ക്വാളിറ്റി സർക്കിൾ. വിജയിക്കുന്ന സ്ത്രീകൾ തങ്ങളുടെ ചുറ്റും പോസിറ്റീവായ ആളുകളെ മാത്രമേ നിർത്താറുള്ളൂ. നിങ്ങളെ തളർത്തുന്ന, നിന്ദിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും പരാതി പറയുന്ന സുഹൃത്തുക്കളെ അവർ അകറ്റി നിർത്തും. പകരം തങ്ങളെക്കാൾ അറിവുള്ളവരും പ്രചോദനം നൽകുന്നവരുമായ ആളുകളുമായി അവർ സൗഹൃദം സ്ഥാപിക്കുന്നു. നമ്മൾ ആരുടെ കൂടെ നടക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ വളർച്ചയെന്ന് അവർക്കറിയാം. ഒരു നല്ല ഉപദേഷ്ടാവോ സുഹൃത്തോ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അവർ വിശ്വസിക്കുന്നു. ചാണക്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. സത്സംഗതിഃ കഥയും കിംന കരോതി പുംസാം. സജ്ജനങ്ങളുമായുള്ള കൂട്ടുകെട്ട് ഒരാൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് നൽകാത്തത്? അതായത് ബുദ്ധിശക്തി കൂട്ടാനും പാപങ്ങൾ അകറ്റാനും സൽപ്പേര് നൽകാനും അത് സഹായിക്കുന്നു. 10. ദീർഘവീക്ഷണവും പ്ലാനിങ്ങും, സ്ട്രാറ്റജിക് ലോങ് ടേം വിഷൻ. ഇന്നത്തെ ലാഭത്തേക്കാൾ നാളത്തെ വളർച്ചയെക്കുറിച്ചാണ് ഇവർ ചിന്തിക്കുന്നത്. ഓരോ പ്രവൃത്തിക്കും പിന്നിൽ ഒരു കൃത്യമായ ലക്ഷ്യമുണ്ടാകും. അടുത്ത 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് താൻ എവിടെ എത്തണമെന്നതിനെക്കുറിച്ച് ഇവർക്ക് വ്യക്തമായ പ്ലാനുണ്ടായിരിക്കും. വരാനിരിക്കുന്ന പ്രതിസന്ധികളെ മുൻകൂട്ടി കാണാനും അതിനുള്ള പരിഹാരങ്ങൾ തയ്യാറാക്കി വയ്ക്കാനും ഇവർ മിടുക്കരാണ്. ചാണക്യൻ പഠിപ്പിക്കുന്നതുപോലെ ഒരു യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് തന്നെ അതിന്റെ ഫലം തന്റെ ബുദ്ധികൊണ്ട് നിശ്ചയിക്കുന്നവളാണ് യഥാർത്ഥ വിജയി. അനാഗത വിധാതാച്ച പ്രത്യുത്പന്നമതിസ്ഥത.
ദ്വായേതൗ സുഖമേധേത്തെ യദ്ഭവിഷ്യോ വിനശ്യതി. വരാനിരിക്കുന്ന അപകടങ്ങളെ മുൻകൂട്ടി കാണുന്നവനും പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികളെ ബുദ്ധിപൂർവം നേരിടുന്നവനും സുഖമായി ജീവിക്കുന്നു. വിധിയെ മാത്രം വിശ്വസിച്ചിരിക്കുന്നവർ നശിച്ചുപോകുന്നു. 11. വിനയവും ലളിതജീവിതവും. ദ പവർ ഓഫ് ഹ്യൂമിലിറ്റി. വിജയത്തിന്റെ കൊടിമുടിയിലെത്തിയാലും മറ്റുള്ളവരോട് മാന്യമായും വിനയത്തോടെയും പെരുമാറാൻ ഇവർ മറക്കില്ല. അഹങ്കാരം വളർച്ചയുടെ ശത്രുവാണെന്ന് അവർക്കറിയാം. പണവും പ്രശസ്തിയും കൂടുമ്പോൾ വിനയം കൂടുന്നവരാണ് യഥാർത്ഥ ശ്രേഷ്ഠരായ സ്ത്രീകൾ. എല്ലാവരെയും തുല്യമായി കാണാനും അർഹിക്കുന്ന ബഹുമാനം നൽകാനും അവർക്ക് കഴിയുന്നു. ഈ വിനയം തന്നെയാണ് അവരെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാക്കുന്നതും കൂടുതൽ ആളുകളെ അവരിലേക്ക് ആകർഷിക്കുന്നതും. വിനയമാണ് അറിവിന്റെയും അധികാരത്തിന്റെയും യഥാർത്ഥ ലക്ഷ്യമെന്ന് അവർ തെളിയിക്കുന്നു. വിദ്യാ ദദാതി വിനയം വിനയാത്യാതി പാത്രതാം. വിദ്യ വിനയത്തെ നൽകുന്നു. വിനയത്തിലൂടെ ഒരാൾക്ക് യോഗ്യത ലഭിക്കുന്നു. യോഗ്യതയിലൂടെ സമ്പത്തും അതുവഴി സുഖവും ലഭിക്കുന്നു. വിനയമാണ് വിജയത്തിന്റെ അടിത്തറ. അവസാനമായി, തളരാത്ത പോരാട്ടവീര്യം, അൺവേവറിംഗ് റെസിലിയൻസ്. ജീവിതത്തിൽ തിരിച്ചടികൾ സ്വാഭാവികമാണെന്ന് ഇവർക്കറിയാം. പരാജയപ്പെടുമ്പോൾ തകർന്നുപോകാതെ കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കുകയാണ് ഇവരുടെ ഏറ്റവും വലിയ രഹസ്യം. ലോകം മുഴുവൻ എതിർത്താലും താൻ തിരഞ്ഞെടുത്ത വഴി ശരിയാണെങ്കിൽ അതിലുറച്ചു നിൽക്കാൻ അവർ തയ്യാറാകും. ലക്ഷ്യത്തിലെത്തുന്നതുവരെ വിശ്രമമില്ലാതെ പോരാടാനുള്ള മനക്കരുത്താണ് ഇവരെ മറ്റുള്ളവരിൽ നിന്നു വ്യത്യസ്തരാക്കുന്നത്. ഒടുവിൽ വിജയിച്ചു നിൽക്കുമ്പോൾ ആ പോരാട്ടത്തിന്റെ കഥ ലോകത്തിന് വലിയൊരു പാഠമായി മാറുന്നു. ചാണക്യൻ ഇപ്രകാരം പറയുന്നു: നിശ്ചയമവാപ്യ ന നിവർത്തന്തേ ധീരാഹ. ധീരരായ വ്യക്തികൾ ഒരു കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാതെ അതിൽ നിന്ന് പിന്തിരിയില്ല. ലക്ഷ്യം കാണുന്നതുവരെ അവർ പോരാട്ടം തുടരും. സുഹൃത്തുക്കളെ, വിജയിക്കുന്ന സ്ത്രീകളുടെ ഈ 12 രഹസ്യങ്ങൾ കേവലം അറിവല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള താക്കോലുകളാണ്. ആചാര്യ ചാണക്യൻ പറഞ്ഞതുപോലെ അവസരങ്ങൾ വരാൻ കാത്തുനിൽക്കാതെ അവസരങ്ങളെ സൃഷ്ടിക്കുന്നവരാണ് വിജയികൾ. ഈ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഇന്നു മുതൽ ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. ഇതിൽ ഏത് രഹസ്യമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്? അല്ലെങ്കിൽ ഏത് ഗുണമാണ് നിങ്ങളിൽ ഇനിയുണ്ടാകേണ്ടത്? തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ കൂട്ടുകാർക്കോ പ്രിയപ്പെട്ടവർക്കോ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ അവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ. ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.